ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമാക്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്യാമ്പയിനിങ്ങിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും ഇവിടെ വെച്ച് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് +1 ഹിസ്റ്ററിയിലെ 4ാം ചാപ്റ്റർ ആയിട്ടുള്ള നാടോടി സാമ്രാജ്യങ്ങൾ എന്ന ഭാഗമാണ്. കൃത്യമായിട്ട് ജീവിത ശൈലിയോ ജീവിക്കാനുള്ള ഒരു ഭൂപ്രകൃതിയോ ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നാടോടികളായിട്ട് വെറും മേച്ചിൽപ്പുറങ്ങൾ തേടി മാത്രം പോകുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് കൃത്യമായിട്ട് ഭരിക്കപ്പെടാനുള്ള അഡ്മിനിസ്ട്രേഷനും സൈന്യവും രാജാവും ഒക്കെയുള്ള രീതിയിലേക്ക് ഒരു വിഭാഗത്തെ മാറ്റിയെടുത്താം, ഒരു രാജ്യത്തെ തന്നെ ക്രിയേറ്റീവ് ചെയ്തെടുത്താം. ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഭരണാധികാരിയെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണിത്. മംഗോളിയൻസിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ചെങ്കിസ് ഖാന്റെ ജീവിതത്തെ കുറിച്ച് എന്തായാലും ഒരു ചോദ്യം വരും. അങ്ങനെ വരുവാണെങ്കിൽ ഏതെന്തായാലും പ്രധാന പോയിന്റുകൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെങ്കിസ് ഖാന്റെ ജീവിതം തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചെങ്കിസ് ഖാന്റെ ശരിയായ പേര് ടെമുജിൻ എന്നായിരുന്നു. 1162 ഓനോൻ നദിക്കരയിലെ ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് യസുഗി ഒരു ഗോത്രത്തലവനായിരുന്നു. ചെങ്കിസ് ഖാന് 12 വയസ്സുള്ളപ്പോൾ പിതാവ് കൊല്ലപ്പെട്ടു. ഡറ്റാർ എന്ന എതിർ ഗോത്രക്കാരായിരുന്നു അദ്ദേഹത്തെ വിഷം കൊടുത്തു വന്നത്. ഇതൊരു ട്രെൻഡായിരുന്നു ഇക്കാലത്ത്. ഗോത്രങ്ങൾ തമ്മിൽ വല്ലാതെ ഷണ്ട കൂടിയിരുന്നു. ഈ ഷണ്ടയിൽ എതിർത്ത് തോൽപ്പിക്കുന്ന ഗോത്രങ്ങൾ അഥവാ ജയിക്കുന്ന ഗോത്രങ്ങൾ അജയ്യരായിരുന്നു. തോൽക്കപ്പെടുന്നവർക്കെതിരെ വീണ്ടും വീണ്ടും അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇക്കാലത്തെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിട്ടാണ് പറയുന്നത്. പിന്നീട് പിതാവ് മരണത്തിന് കീഴടങ്ങി. അതിനുശേഷം മാതാവിന്റെ കീഴിലാണ് ചെങ്കിസ് ഖാൻ ജീവിക്കുന്നത്. ഓലാൻ എന്നായിരുന്നു അദ്ദേഹത്തിന് മാതാവിന്റെ പേര് പറഞ്ഞിരുന്നത്. വിവാഹം കഴിഞ്ഞു. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ബോർട്ടയെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയി. വലിയ പോരാട്ടം നടത്തിയാണ് അവരെ വീണ്ടെടുത്തത്. ചെങ്കിസ് ഖാന്റെ 2 സുഹൃത്തുക്കളായിരുന്ന ബോഗുർച്ചു അതുപോലെ തന്നെ ജമുക്ക പിന്നീട് അദ്ദേഹത്തിന്റെ ശത്രുവായി മാറുന്നുണ്ട്. ആദ്യം വലിയ സുഹൃത്തുക്കളായിരുന്ന ജമുക്ക പിന്നീട് ശത്രുവായി മാറുന്നു. പക്ഷെ ജമുക്കയൊക്കെ അദ്ദേഹം പിന്നീട് പരാജയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കെർച്ചീസിലെ ഭരണാധികാരിയായിരുന്ന ഓങ് ഖാന്റെ സഹായത്തോടെ അദ്ദേഹം ജമുക്കയെ തോൽപ്പിച്ചു. ജമുക്കയെ പരാജയപ്പെടുത്തിയതോടെ ചെങ്കിസ് ഖാന് ആത്മവിശ്വാസം വർദ്ധിച്ചു. തന്റെ പിതാവിന്റെ ഘാതകരായ ടറ്റാർ ഗോത്രത്തെ ടെമുജിൻ പരാജയപ്പെടുത്തി. കരുത്തനായ ജമുക്കയെ 1203 അന്ത്യമായി കീഴടക്കിയതോടെ മംഗോളിയൻ പ്രദേശത്തെ ഏറ്റവും പ്രബലനായ ഭരണാധികാരിയായിട്ട് ചെങ്കിസ് ഖാൻ മാറുന്നു. 1206 ഗോത്ര മുഖ്യന്മാരുടെ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ചെങ്കിസ് ഖാന് ടെമുജിൻ എന്നാണ് ഫസ്റ്റ് പേരുണ്ടായിരുന്നത്. അതിൽ നിന്ന് ചെങ്കിസ് ഖാൻ എന്ന പേര് സ്വീകരിക്കുന്നു. ഓഷ്യാനിക് ഖാൻ എന്ന പേരും വരുന്നു. ഖാൻ എന്ന് പറഞ്ഞാൽ രാജാവ്, സംരക്ഷിക്കുന്നവൻ, ഭരണാധികാരി, നേതാവ് എന്ന അർത്ഥമൊക്കെയാണ് വരുന്നത്. ചെങ്കിസ് ഖാൻ മംഗോൾ ജനതയെ ഒന്നിപ്പിച്ചു. അച്ചടക്കമുള്ള ശക്തമായ ഒരു സൈനിക ശക്തി അദ്ദേഹം വാർത്തെടുത്തു. ചൈനയെ ആക്രമിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷ്യം. ചൈനീസ് പ്രവിശ്യയായ സിസിയ, ചിങ് രാജവംശം, സൂങ് രാജവംശം ഇവയെ ചെങ്കിസ് ഖാൻ പരാജയപ്പെടുത്തുന്നു. ചൈനയെ നിലംപരിശാക്കുന്നു. ഇങ്ങനെ വലിയ വലിയ യുദ്ധ മുന്നേറ്റങ്ങളൊക്കെ ചെങ്കിസ് ഖാൻ നടത്തുന്നുണ്ട്. വലിയ ക്രൂരനായിട്ടാണ് അദ്ദേഹത്തിന് ചരിത്രം പറയുന്നത് തന്നെ. എന്തായാലും ചെങ്കിസ് ഖാന്റെ ഈ ഒരു ഭാഗം, ചെങ്കിസ് ഖാന്റെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണ രീതിയെ കുറിച്ചും എന്തായാലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി ഈ ചാപ്റ്റർ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ചെങ്കിസ് ഖാന്റെ സാമൂഹിക, രാഷ്ട്രീയ, സൈനിക സംവിധാനങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് സൈനിക സംവിധാനം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ഉയർച്ചയ്ക്ക് കാരണമായത് സുശക്തമായിട്ട് മുൻപോട്ട് പോയ ഈ സൈന്യം തന്നെയാണെന്ന് പറയേണ്ടതായിട്ട് വരും. മംഗോളിയർക്കിടയിൽ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ എല്ലാ യുവാക്കളും സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചോളണം എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു, ഒരു നിയമമുണ്ടായിരുന്നു. മംഗോളിയൻ സൈന്യം താരതമ്യേന ചെറുതും ഏകീകൃത സ്വഭാവമുള്ളതായിരുന്നു. പക്ഷേ നിരന്തരമായിട്ട് മംഗോളിയൻസിന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ
സൈന്യം മെല്ലെ മെല്ലെ വലുതാവുകയും വലിയ സൈന്യമായിട്ട്, സങ്കീർണ സൈന്യമായിട്ട് മാറുകയും ചെയ്തു. സൈന്യത്തിന്റെ ഘടന സങ്കീർണമായി മാറി. സൈന്യത്തിന് തമ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദശാംശ സമ്പ്രദായത്തിലും അല്ലെങ്കിൽ ഇരട്ട സ്വഭാവത്തിലൊക്കെ സൈന്യത്തെ ചേർത്തിരുന്നു. ഉദാഹരണത്തിന് 10, 100, 1000, 10000 ഈ ഒരു ഘടനയിലൊക്കെ സൈന്യത്തെ മുൻപോട്ട് കൊണ്ടുപോയിരുന്നു ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നുണ്ട്. പുതിയ സൈനിക സംഘങ്ങൾ ചെങ്കിസ് ഖാന്റെ 4 മക്കളുടെ കീഴിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. അഥവാ സൈന്യം വളരെ സുശക്തമായിട്ടാണ് മുൻപോട്ട് പോയെന്നുള്ളതാണ് സൈന്യത്തെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് കൊറിയൻ സമ്പ്രദായമായ യാം എന്ന് പറഞ്ഞാൽ തപാൽ വകുപ്പ് തന്നെയാണ്. നിശ്ചിത പ്രദേശത്ത് നിന്ന് അടുത്ത 200 മൈലൊക്കെ അകലെയുള്ള സ്ഥലത്തേക്ക് കത്ത് കൊടുത്തയക്കും. അത് ഒന്നെങ്കിൽ ഭടന്മാർ വഴി ഇല്ലെങ്കിൽ കുതിര വഴിയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് യാം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാം. ഈ യാമും ചോദ്യമായിട്ട് വരാറുണ്ട്. മറ്റൊരു നിയമസംഹിത യാസ എന്നുള്ളതാണ്. ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾ, നായാട്ട്, സൈന്യം, പോസ്റ്റൽ സമ്പ്രദായം എന്നിവയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നിയമങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു. എങ്ങനെയാണ് ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സാമൂഹിക ജീവിയായിട്ട് എങ്ങനെ ജീവിക്കണം, അതിനിടയിൽ ആഘോഷങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകണം, എല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു നിയമസംഹിത തന്നെ ചെങ്കിസ് ഖാന്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ഇതിൽ ചെങ്കിസ് ഖാന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സൈന്യം, അദ്ദേഹം കൊണ്ടുവന്ന തപാൽ, അതുപോലെ തന്നെ നിയമം, ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തായാലും പഠിച്ചിട്ട് പോകാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ട് ഉപയോഗപ്പെടുത്തിക്കൂടാം. മറ്റ് നോട്ട്സുകൾ വേണമെങ്കിലും നിങ്ങൾ വാട്സപ്പുമായി ബന്ധപ്പെടുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. താങ്ക് യു.